ഹലോ, നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ കോമൺ അല്ലാത്ത കുറച്ച് ഇൻഡെഫിനിറ്റ് പ്രൊനൗൺസിനെ കുറിച്ച് പഠിക്കാം. ഇവ പേരുകൾക്ക് പകരമായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇതിന് സിംഗുലർ ഇൻഡെഫിനിറ്റ് പ്രൊനൗൺസ്, പ്ലൂറൽ ഇൻഡെഫിനിറ്റ് പ്രൊനൗൺസ്, സിംഗുലർ ആൻഡ് പ്ലൂറൽ ഇൻഡെഫിനിറ്റ് പ്രൊനൗൺസ് എന്ന് പറഞ്ഞാൽ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇൻഡെഫിനിറ്റ് പ്രൊനൗൺസ് ആണ് ബോത്ത് എന്ന് പറഞ്ഞാൽ രണ്ടിൽ രണ്ട്. ഫ്യൂ എന്ന് പറയുമ്പോൾ കുറച്ച്, ഒരു ഗ്രൂപ്പിൽ നിന്ന് കുറച്ച്. മെനി എന്ന് പറയുമ്പോൾ ഒരു കൂട്ടത്തിൽ നിന്ന് ധാരാളം അല്ലെങ്കിൽ കുറേ. സെവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മീനിങ് ഒക്കെ തന്നെയാണ്, പലരും എന്നൊക്കെ, നിരവധി. അതേഴ്സ് എന്ന് പറയുമ്പോൾ മറ്റുള്ള. ഈ പ്ലൂറൽ ഇൻഡെഫിനിറ്റ് പ്രൊനൗൺസ് യൂസ് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു പ്ലൂറലായിട്ടുള്ള വെർബായിരിക്കും ഇതിൻ്റെ കൂടെ യൂസ് ചെയ്യേണ്ടത്. നമുക്കിനി പ്ലൂറൽ ഇൻഡെഫിനിറ്റ് പ്രൊനൗൺസിന് എക്സാമ്പിൾസ് നോക്കാം. അനു ആൻഡ് അമ്മു ആർ ബെസ്റ്റ് ഫ്രണ്ട്സ്, ബോത്ത് ആർ ഇൻ്റലിജൻറ്റ്. ഇവിടെ അനുവിനും അമ്മുവിനെ കുറിച്ചാണ് പറയുന്നത്. അനുവും അമ്മു ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. വീണ്ടും അനുവിനും അമ്മുവിനെ കുറിച്ച് പറയുന്നേക്കാണ് ബോത്ത് ആർ ഇൻ്റലിജൻറ്റ്. ഇവിടെ രണ്ടുപേരെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ബോത്ത് ചേർക്കുന്നത്. നമുക്കിങ്ങനെ പറയാം, അനു ആൻഡ് അമ്മു ആർ ബെസ്റ്റ് ഫ്രണ്ട്സ്. വീണ്ടും അനു ആൻഡ് അമ്മു ആർ ഇൻ്റലിജൻറ്റ് എന്ന് പറയുന്നതിന് പകരം ആ അനുവിനും അമ്മുവിനും ഈ ബോത്ത് എന്ന് പറഞ്ഞിരിക്കുന്ന ഈ വേർഡിൽ ഒതുക്കിയേക്കാണ്. നമുക്കറിയാം ഇവിടെ ബോത്ത് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അനുവിനും അമ്മുവിനെയാണ് ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവും. അതുപോലെ ബോത്ത് എന്ന് പറയുന്നത് രണ്ട് വ്യക്തികളെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ രണ്ട് വസ്തുക്കളെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. ബോത്തിന് ശേഷം വരുന്നത് ഒരു പ്ലൂറൽ വെർബാണ്. ഓൾ ദ സ്റ്റുഡൻസ് സ്റ്റഡീഡ് വെൽ, ഫ്യൂ ഫെയിൽഡ്. നമ്മളിപ്പോൾ പറയുന്ന എല്ലാ കുട്ടികളും നന്നായി പഠിച്ചു, കുറച്ച് ഫെയിൽഡായി എന്ന് പറയാണ്. എന്നാൽ നമുക്കറിയാം എല്ലാ കുട്ടികളെ കുറിച്ചാണ് പറയുന്നത്. എല്ലാ കുട്ടികളും നന്നായി പഠിച്ചു, കുറച്ച് ഫെയിൽഡായി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ആരെക്കുറിച്ചാണ് പറയുന്നത്? കുറച്ച് സ്റ്റുഡൻസിനെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. ആ പഠിച്ച സ്റ്റുഡൻസിൽ കുറച്ച് പേര് ഫെയിൽഡായെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഫ്യൂ ഫെയിൽഡ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ ഫ്യൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ സ്റ്റുഡൻസിനെ തന്നെയാണ് ഫ്യൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മെനി ആർ ആബ്സെൻറ്റ് ഫ്രം ദ ക്ലാസ്. കുറേ ക്ലാസ്സിൽ നിന്ന് ആബ്സെൻ്റ് ആണെന്നാണ് പറയുന്നത്. ഇവിടെ മെനി എന്ന് പറഞ്ഞാൽ കുറേ എന്ന് മാത്രമാണ് പറയുന്നത്. ഈ കുറേ ആരാന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഒരു എക്സിബിഷൻ നടക്കുകയാണ്, അവിടെ സ്റ്റുഡൻസ് ആണ് അറ്റൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ടീച്ചർ വന്നിട്ട് പറയാണ് സ്റ്റുഡൻസ് എല്ലാം കുറവാണല്ലോ എന്ന് പറയുമ്പോൾ ആ ടീച്ചർ പറയാണ് മെനി ആർ ആബ്സെൻറ്റ് ഫ്രം ദ ക്ലാസ്. അവരാരെക്കുറിച്ചാണ് രണ്ടുപേരും സംസാരിക്കുന്നത്? സ്റ്റുഡൻറ്റിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ടീച്ചർ വന്നിട്ടല്ല ചോദിച്ചത്, കുട്ടികൾ കുറവാണല്ലോ എന്ന് ചോദിക്കുമ്പോൾ ടീച്ചർ പറയാണ് മെനി ആർ ആബ്സെൻറ്റ് ഫ്രം ദ ക്ലാസ്. അവിടെ മെനി എന്ന് ഉദ്ദേശിക്കുന്നത് സ്റ്റുഡൻസിനെയാണ്. മെനി സ്റ്റുഡൻസ് ആർ ആബ്സെൻറ്റ് ഫ്രം ദ ക്ലാസ് എന്നല്ല പറയുന്നത്, മെനി എന്ന് മാത്രമാണ് പറയുന്നത്. അവിടെ ആ സ്റ്റുഡൻ്റ് എന്ന് പറയുന്ന ആ നൗണിനെ വീണ്ടും എടുത്ത് പറയാതെ പറയുന്നതാണ് മെനി ആർ ആബ്സെൻറ്റ് ഫ്രം ദ ക്ലാസ് എന്ന് പറയുമ്പോൾ ആ കേൾക്കുന്ന ആൾക്കും ആ മെനി കൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്റ്റുഡൻ്റ് ആണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. അതേപോലെ മെനിക്ക് ശേഷം ഒരു പ്ലൂറൽ വെർബാണ് വരുന്നത്. ഐ ഹാവ് ഫ്രണ്ട്സ്, സെവറൽ ആർ ഗേൾസ്. എനിക്ക് ഫ്രണ്ട്സ് ഉണ്ട്, പലരും ഗേൾസ് ആണെന്നാണ് പറയുന്നത്. ഇവിടെ ഫ്രണ്ട്സിനെ കുറിച്ചാണ് പറയുന്നത്. എനിക്ക് ഫ്രണ്ട്സ് ഉണ്ട്, സെവറൽ ആർ ഗേൾസ്, പലരും ഗേൾസ് ആണെന്നാണ് പറയുന്നത്. ഈ പലരും എന്ന് പറഞ്ഞാൽ ആരെക്കുറിച്ചാണ് ഉദ്ദേശിക്കുന്നത്? ഈ ഫ്രണ്ട്സിനെ കുറിച്ച് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഇപ്പോൾ എൻ്റെ അടുത്ത് ഒരാൾ ചോദിക്കുകയാണ് നിനക്ക് കുറേ ഫ്രണ്ട്സ് ഇല്ലേന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഞാൻ പറയും ഉണ്ട്, സെവറൽ ആർ ഗേൾസ്, പലരും ഗേൾസ് ആണെന്നാണ് പറയുന്നത്. അവിടെ പലരും കൊണ്ട് ആരും ഉദ്ദേശിക്കുന്നത് ആ ഫ്രണ്ട്സിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഫ്രണ്ട്സിന്ന് സെവറൽ ഫ്രണ്ട്സ് ആർ ഗേൾസ് എന്ന് പ്രത്യേകം കണ്ട് എടുത്ത് പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സെവറൽ ആർ ഗേൾസ്. ഇവിടെ സെവറൽ എന്ന് ഉദ്ദേശിക്കുമ്പോൾ ആ ഫ്രണ്ട്സിനെ കുറിച്ചാണ് ഉദ്ദേശിക്കുന്നതെന്ന് കേൾക്കുന്ന ആൾക്കറിയാം. അതുപോലെ സെവറൽ കഴിഞ്ഞ് വന്നിരിക്കുന്ന വെർബ് എന്താ? പ്ലൂറലാണ്. വാട്ടർ ഈസ് ഫ്രീ, അതേഴ്സ് ആർ എക്സ്പെൻസീവ്. വാട്ടർ ഫ്രീ ആണ്, മറ്റുള്ളവ എക്സ്പെൻസീവ് ആണ്. ഇവിടെ ഇപ്പം നമ്മൾ ഒരു റെസ്റ്റോറൻറ്റിൽ പോയിട്ട് നമ്മൾ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഇങ്ങനെ പറയണം വാട്ടർ ഫ്രീ ആണ്, മറ്റുള്ളവ എക്സ്പെൻസീവ് ആണ്. ഇവിടെ മറ്റുള്ളവ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ ഈ വാട്ടർ ഒഴികെയുള്ള മറ്റുള്ളവയെ കുറിച്ചാണ് പറയുന്നത്. ഈ മറ്റുള്ളവ ചിലപ്പോൾ ബിരിയാണി ആയിരിക്കുക, അല്ലെങ്കിൽ ജ്യൂസ് ആയിരിക്കുക, എന്തെങ്കിലും സ്നാക്സ് ആയിരിക്കാം. അതിൻ്റെ പേരെടുത്ത് പറയാണ്ട് മറ്റുള്ള എക്സ്പെൻസീവ് ആണെന്ന് ഒറ്റ വാക്കിൽ പറയാൻ വേണ്ടിയിട്ടാണ് ഈ അതേഴ്സ് യൂസ് ചെയ്യുന്നത്. അതുപോലെ അതേഴ്സ് വന്നതിന് ശേഷമുള്ള ഒരു വെർബ് പ്ലൂറൽ വെർബാണ്. പ്ലൂറൽ ഇൻഡെഫിനിറ്റ് പ്രൊനൗൺ സബ്ജക്റ്റ് ആയിട്ട് വരുമ്പോൾ അതിന് ശേഷം വരുന്ന
വെർബ് എപ്പോഴും പ്ലൂറൽ ആയിരിക്കണം. അതേപോലെ തന്നെ പ്ലൂറൽ ഇൻഡെഫിനിറ്റിന് ശേഷം എപ്പോഴും ഒരു വെർബാണ് വരേണ്ടത്. വെർബ് വന്നാൽ മാത്രമാണ് നമുക്കതിനെ പ്ലൂറൽ ഇൻഡെഫിനിറ്റ് പ്രൊനൗൺ എന്ന് വിളിക്കാൻ പറ്റുള്ളൂ.